നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി നോക്കാം പ്രധാന വാർത്തകൾ. കർക്കിടക മാസാചരണത്തിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പ്രത്യേക യോഗം ചേർന്നു. തൃത്തല്ലൂർ ഇത്തിക്കാട് കാളിദേവി ക്ഷേത്രത്തിലെ നക്ഷത്രവനത്തിൽ വീണ്ടും കടമ്പ് മരം പൂത്തു. നാട്ടിക ശ്രീനാരായണ കോളേജിൽ വായനാ വാരാഘോഷം സമാപിച്ചു. വാർത്തകൾ വിശദമായി. കർക്കിടക മാസാചരണത്തിനോടനുബന്ധിച്ച് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഭക്തർക്കായി സുരക്ഷയും അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ പ്രത്യേക യോഗം ചേർന്നു. കർക്കിടക മാസാചരണത്തോടനുബന്ധിച്ച് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഭക്തർക്കായി സുരക്ഷയും അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ പ്രത്യേക യോഗം ചേർന്നു. സംസ്ഥാന സർക്കാരിന്റെ നാലമ്പലം പദ്ധതിയുടെ ഭാഗമായി അനുവദിച്ച 10 കോടി രൂപയിൽ നിന്ന് തൃപ്രയാർ ക്ഷേത്രത്തിന് അനുവദിച്ച 2 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിക്കാനുദ്ദേശിക്കുന്ന ദേവസ്വം സത്രത്തിന്റെ പ്ലാനും എസ്റ്റിമേറ്റും യോഗം വിശദമായി പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്തു. കർക്കിടക മാസത്തിൽ ക്ഷേത്രത്തിലെത്തുന്ന ആയിരക്കണക്കിന് ഭക്തർക്ക് സുരക്ഷിതവും സുഗമവുമായ ദർശന സൗകര്യമൊരുക്കുന്നതിനായി വിവിധ സർക്കാർ വകുപ്പുകളുടെ ഏകോപനത്തോടെ ആവശ്യമായ ക്രമീകരണങ്ങൾ നടപ്പാക്കാൻ യോഗത്തിൽ തീരുമാനമായി. തൃപ്രയാർ ദേവസ്വം ഊട്ടുപുരയിൽ നടന്ന യോഗത്തിൽ നാട്ടിക MLA ഗീതാ ഗോപി അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ, ബോർഡ് അംഗം SU അജയൻ, സെക്രട്ടറി ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ കെ സുനിൽകുമാർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ SS മനോജ് കുമാർ, ദേവസ്വം മാനേജർ വിനീത, ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. എങ്കിലും ഞാൻ സാക്ഷിയാണ്, അവിടെയൊക്കെ നമുക്ക് അവർക്ക് സുതാര്യമായിട്ടുള്ള ഭക്തർക്ക് സൗകര്യം ചെയ്തു. എല്ലാവരോടും സ്നേഹത്തോടും ബഹുമാനത്തോടും ക്യൂ പാലിക്കുന്നതിലൊക്കെ നല്ല റെസ്പെക്റ്റോടുകൂടി നമ്മളെ ഭരണാധികാരി പെരുമാറാനും അതിനു വേണ്ടി പോലീസും അതിൻ്റെ സംവിധാനം ഒരുക്കുന്നു. കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ഭക്തർ പെട്ടെന്ന് വണ്ടി അവിടെ നിർത്തി അമ്പലത്തിൽ നേരത്തെ ദർശനം നടത്തി തിരിച്ചു പോകണം. അവരവർ സൗകര്യങ്ങൾ മാത്രം നോക്കും, പക്ഷെ പിന്നീടുള്ള കൺജസ്റ്റഡ് ബുദ്ധിമുട്ടുകളൊന്നും അവർ തിരിച്ചറിയും. അപ്പോൾ അവരെയും കൂടി ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് ടീം അവർ സജ്ജമാക്കുന്നുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ അവരും സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. ഹെൽത്തിലെ PHSC നാട്ടിക അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആരോഗ്യ വിദഗ്ധരും വളരെ കൃത്യമായി സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. തൃത്തല്ലൂർ ഇത്തിക്കാട് കാളിദേവി ക്ഷേത്രത്തിലെ നക്ഷത്രവനത്തിൽ വീണ്ടും കടമ്പ് മരം പൂത്തു. തൃത്തല്ലൂർ ഇത്തിക്കാട് കാളിദേവി ക്ഷേത്രത്തിലെ നക്ഷത്രവനത്തിൽ നട്ടുവളർത്തിയ കടമ്പുമരം വീണ്ടും പൂത്തു. ക്ഷേത്രത്തിൽ ഈ കടമ്പുമരം പൂക്കുന്നത് 3ാം തവണയാണ്. അപൂർവമായി മാത്രം പൂക്കുന്ന കടമ്പിന്റെ പൂക്കൾ ഭക്തരുടെയും പ്രകൃതി സ്നേഹികളുടെയും ശ്രദ്ധയാകർഷിക്കുകയാണ്. ചതയം നക്ഷത്രത്തിന്റെ വൃക്ഷമായി അറിയപ്പെടുന്ന കടമ്പിന് ഹിന്ദു വിശ്വാസങ്ങളിലും പുരാണങ്ങളിലും സവിശേഷ സ്ഥാനമാണുള്ളത്. വൃന്ദാവനത്തിലെ ഏറ്റവും പവിത്രമായ വനപ്രദേശങ്ങളിലൊന്നായ കടമ്പുവനവുമായി ശ്രീകൃഷ്ണന്റെ ജീവിതം ബന്ധപ്പെട്ടിരിക്കുന്നതായി പുരാണങ്ങൾ പറയുന്നു. കടമ്പുമരത്തിന്റെ കൊമ്പിലിരുന്നാണ് ശ്രീകൃഷ്ണൻ കുഴൽനാദം മുഴക്കിയതെന്നും രാധയുമായും ഗോപികമാരുമായും കടമ്പിന്റെ തണലിൽ സമയം ചെലവഴിച്ചതായും വിശ്വാസമുണ്ട്. കാളിയമർദ്ദനത്തിനായി യമുനയിലേക്ക് ചാടിയതും കടമ്പുമരത്തിന്റെ കൊമ്പിൽ നിന്നായിരുന്നു എന്നതാണ് മറ്റൊരു പുരാണകഥ. പക്ഷിരാജാവായ ഗരുഡൻ ദേവലോകത്തിൽ നിന്ന് അമൃതുമായി മടങ്ങും വഴി യമുനാ തീരത്തെ കടമ്പുമരത്തിൽ വിശ്രമിച്ചുവെന്നും അപ്പോൾ വീണ അമൃതിന്റെ ശക്തി കൊണ്ടാണ് പിന്നീട് കാളിയന്റെ വിഷം മൂലം ചുറ്റുമുള്ള സസ്യങ്ങൾ നശിച്ചപ്പോഴും കടമ്പുമരം മാത്രം നിലനിന്നതെന്നുമുള്ള വിശ്വാസവും പ്രചാരത്തിലുണ്ട്. ഹിന്ദുമതത്തിൽ ദേവവൃക്ഷമായി ആരാധിക്കപ്പെടുന്ന കടമ്പിന് വൃക്ഷാരാധനയിൽ പ്രധാന സ്ഥാനമുണ്ട്. പുരാതന മതസാംസ്കാരിക പാരമ്പര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ വൃക്ഷം ശ്രീകൃഷ്ണ ഭക്തിയുടെയും ദേവപ്രീതിയുടെയും പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത്. കടമ്പിന്റെ തൊലി, പൂവ്, കായ എന്നിവയ്ക്ക് ഔഷധ ഗുണങ്ങളുണ്ടെന്നും പൂക്കൾ പൂജാ ചടങ്ങുകളിലും സുഗന്ധദ്രവ്യ നിർമ്മാണത്തിലും ഉപയോഗിക്കുന്നുണ്ടെന്നും ആയുർവേദ ഗ്രന്ഥങ്ങൾ പറയുന്നു. മഹാഭാരതത്തിൽ പാണ്ഡവരുടെ തലസ്ഥാനമായിരുന്ന ഇന്ദ്രപ്രസ്ഥത്തിൽ വളർത്തിയിരുന്ന പ്രധാന വൃക്ഷങ്ങളിലൊന്നായി കടമ്പിനെ പരാമർശിക്കുന്നുണ്ട്.
തുളുനാടിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട കന്നഡ ഗ്രന്ഥമായ ഗ്രാമപദ്ധതിയിലും കടമ്പ് മരത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ഇത്തിക്കാട് കാളിദേവി ക്ഷേത്രത്തിലെ നക്ഷത്രവനത്തിൽ വീണ്ടും കടമ്പ് പൂത്തത് വിശ്വാസികൾ ശുഭസൂചകമായും ദൈവാനുഗ്രഹത്തിന്റെ പ്രതീകമായും കാണുകയാണ്. തൃത്തല്ലൂര് ഇത്തിക്കാട്ട് കാളി ക്ഷേത്രത്തിലെ നമ്മൾ 27 മരങ്ങൾ വെച്ചിരുന്നു. നക്ഷത്രവനായിട്ട് നമ്മൾ 27 നാളുകളുടെയും മരങ്ങൾ ഇവിടെ വെച്ചിരുന്നു. അതിലെ പെട്ട കടമ്പ് വൃക്ഷം, അത് ഇപ്പോൾ പൂത്തിരിക്കുകയാണ്. ഇത് 3ാമത്തെ പ്രാവശ്യമാണ് പൂക്കണത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ പൂത്തിരിക്കുകയാണ്. അപ്പോൾ ദേവിക്ക് വളരെയധികം താല്പര്യമുള്ള ഒരു പൂവായിട്ടാണ്, കദംബ വനവാസിനിയായിട്ടാണ് ദേവീനെ കാണുന്നത്. നമ്മുടെ ലളിതാസനത്തിൽ തന്നെ 2-3 പ്രാവശ്യം ഈ കദംബ വനത്തെ പറ്റിയിട്ടും കദംബ മരത്തെ പറ്റിയിട്ടും പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ദേവിക്ക് വളരെ പ്രിയങ്കരമായിട്ട് തോന്നുന്ന ഈ കദംബ വൃക്ഷം അവിടെ പൂത്തിരിക്കുകയാണ്. അതൊരു നല്ല കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു. അതിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. ഗുരുധർമ്മ പ്രചാരണ സഭ പെരിങ്ങോട്ടുകര കിഴക്കുമുറി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ചതയദിന പ്രാർത്ഥനയും കുടുംബസംഗമവും നടത്തി. ഗുരുധർമ്മ പ്രചാരണ സഭ പെരിങ്ങോട്ടുകര കിഴക്കുമുറി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ചതയദിന പ്രാർത്ഥനയും കുടുംബസംഗമവും നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് മഹാദേവൻ ചക്കമാട്ടിൽ അധ്യക്ഷനായി. തൃശൂർ ജില്ലാ സെക്രട്ടറി ഗിരീഷ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക മണ്ഡലം പ്രസിഡന്റ് മുകുന്ദൻ വേളൂക്കര, ഉഷ പുഷ്പാങ്കദൻ, ബോധാനന്ദൻ കടവിൽ, രവീന്ദ്രൻ തീയാടി എന്നിവർ സംസാരിച്ചു. ചതയദിന പ്രാർത്ഥനയ്ക്ക് ഷീല സത്യദേവൻ, സിദ്ധാർത്ഥൻ നന്ദിലത്ത്, സുകുമാരൻ തത്തപ്പുഴ, നിധി മോഹൻ, കൃഷ്ണൻകുട്ടി മാമ്പാറ, ഷീബ പ്രകാശൻ എന്നിവർ നേതൃത്വം നൽകി. സമൂഹ പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു പ്രാർത്ഥന എടുത്താൽ ശ്രീനാരായണഗുരുവിന്റെ പ്രാർത്ഥനകളിൽ ദൈവദർശനം എടുത്താലോ അല്ലെങ്കിൽ മറ്റു മതവിഭാഗങ്ങളുടെ പ്രാർത്ഥനകളുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ഈ പ്രാർത്ഥന ആരാണ് ചൊല്ലുന്നത് അവരുടെ മതവിശ്വാസം, അവരുടെ നിലവിലുള്ള വിശ്വാസത്തെ, ഏതെങ്കിലും വിശ്വാസമായിക്കോട്ടെ, അവരുടെ നിലവിലുള്ള വിശ്വാസത്തെ ബലപ്പെടുത്തുകയാണ് ദൈവദർശനം ചെയ്യുന്നത്. എന്നാൽ ഏതെങ്കിലും ഒരു വിശ്വാസത്തെ ഖനിക്കുന്നതോ അല്ലെങ്കിൽ വികസിക്കുന്നതോ ആയിട്ടുള്ള ഒരു വരികൾ പോലും ഈ ദൈവദർശനത്തിൽ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു പ്രത്യേകത ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അന്തിക്കാട് KGM സ്കൂളിൽ ഈ വർഷത്തെ കരാത്തെ ക്ലാസുകൾ ആരംഭിച്ചു. അന്തിക്കാട് KGM സ്കൂളിൽ കരാത്തെ ക്ലാസുകൾ ആരംഭിച്ചു. വിദ്യാർത്ഥികളിൽ അച്ചടക്കം, ആത്മവിശ്വാസം, സ്വയം രക്ഷാക്കഴിവ് എന്നിവ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കരാത്തെ പരിശീലന പരിപാടിക്ക് തുടക്കമിട്ടത്. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ശാലിനി സന്ദീപ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അജീഷ അൻവർ അധ്യക്ഷത നിർവഹിച്ചു. കരാത്തെ പരിശീലകനും ബോധിധർമ്മ JTK ഇന്ത്യ ഡയറക്ടറുമായ മനോജ് നേതൃത്വം നൽകി. പ്രധാനാധ്യാപകൻ ജോഷി D കൊള്ളന്നൂർ, പ്രോഗ്രാം കോർഡിനേറ്റർ ലിനി ടീച്ചർ എന്നിവർ സംസാരിച്ചു. എല്ലാവർക്കും അറിയാമല്ലേ ഈ കരാട്ടെ എന്താന്നുള്ളത്. അതിൻ്റെ ഉള്ള തെളിവാണ് ഇവിടെ ഇരിക്കുന്ന ഈ കുട്ടികൾ. എന്തായാലും നല്ലൊരു കാര്യമാണ് നമ്മുടെ ഈ KGM സ്കൂളിൽ അവർക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കി കൊടുത്തത്. അവരെ സ്വയം അവർക്ക് തന്നെ സംരക്ഷിക്കാനും അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും അതുപോലെ അവരുടെ വ്യക്തിത്വം അവർക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനും അവർക്ക് മൈൻഡ് കോൺസെൻട്രേഷൻ അതുപോലെ അച്ചടക്കം, വിനയം ഇതുപോലെയുള്ള കാര്യങ്ങൾ അവർക്ക് ഈ കരാട്ടെ ക്ലാസ്സിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും കൂടുതൽ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിനെ പറ്റിയിട്ട് നമ്മുടെ ഇൻസ്ട്രക്ടർ പറയും. അപ്പം എന്തായാലും ഈ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വന്ന കുട്ടികൾക്കും അവരെ ഇതിനെ പ്രാപ്തരാക്കിയ എല്ലാ അധ്യാപകർക്കും അവരുടെ രക്ഷിതാക്കൾക്കും എല്ലാവർക്കും എൻ്റെ ആശംസ അറിയിക്കുന്നതോടൊപ്പം പഞ്ചിന് റെഡി ആയിട്ട് നിൽക്കുക. സ്കീ എന്ന് പറഞ്ഞാൽ പഞ്ചാണ്. ഡബിൾ പഞ്ച്, ഹിബാദാച്ചി പഞ്ച്. Now set forward. Jump. Lean. Jump. Saba. Chi. Lean. താന്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ +1 പ്രവേശനോത്സവം ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ് ഉദ്ഘാടനം ചെയ്തു.
താന്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ +1 പ്രവേശനോത്സവം ജില്ലാ പഞ്ചായത്ത് അംഗം കെ.പി. സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് പ്രവീൺ കാട്ടുങ്ങൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് സുബൈദ ടീച്ചർ, അധ്യാപകരായ ഭാവന, വാർഡ് അംഗം ഷാനിബ നൌഷിൽ എന്നിവർ സംസാരിച്ചു. നാട്ടിക ബീച്ച് ഗ്രാമീണ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കെ ദാമോദരൻ അനുസ്മരണവും അനുമോദന സദസ്സും മെമ്പർഷിപ്പ് ക്യാമ്പയിനും ഗ്രന്ഥശാലയ്ക്കുള്ള പുസ്തകങ്ങൾ ഏറ്റുവാങ്ങലും നടത്തി. നാട്ടിക ബീച്ച് ഗ്രാമീണ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി കെ ദാമോദരൻ അനുസ്മരണവും അനുമോദന സദസ്സും മെമ്പർഷിപ്പ് ക്യാമ്പയിനും ഗ്രന്ഥശാലയ്ക്കുള്ള പുസ്തകങ്ങൾ ഏറ്റുവാങ്ങലും നടത്തി. 10ാം വാർഡ് മെമ്പർ KV പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല സെക്രട്ടറി PV ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. കെ ദാമോദരൻ അനുസ്മരണ പ്രഭാഷണം ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം അരവിന്ദൻ പണിക്കശ്ശേരി നടത്തി. ഗ്രന്ഥശാല മുൻ സെക്രട്ടറി BM പ്രേംലാലിന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ കഴിഞ്ഞ വർഷത്തെ മികച്ച വായനക്കാരിക്കുള്ള അവാർഡ് മിനി കൃഷ്ണകുമാറിന് കവയത്രി ചന്ദ്രധാര നൽകി. കൈയെഴുത്തു മാസികയ്ക്കുള്ള പ്രത്യേക ഉപഹാരം UM ശ്രീഹരിക്ക് നൽകി. ഗ്രന്ഥശാലയിലെ പുതിയ അംഗങ്ങൾക്കുള്ള അംഗത്വ വിതരണം സജിനി മുരളി അമ്മ വായനക്കൂട്ടം സെക്രട്ടറി ദിവ്യ രജീഷിന് നൽകി തുടക്കം കുറിച്ചു. ഗ്രന്ഥശാലയിലേക്ക് സൗജന്യ പുസ്തകങ്ങൾ TK ഹരിദാസും മാസ്റ്റർ ദേവദർശ് ദിലീപും ലൈബ്രേറിയൻ ധന്യ രഞ്ജിത്തും യുവതാവേദി പ്രസിഡന്റ് MS നക്ഷത്രിയും ഏറ്റുവാങ്ങി. P സക്കീർ ഹുസൈൻ, PK സുധർമ്മൻ, TK ഹരിദാസ്, VK മാധവൻ, K നസീമ, സർദാർ കലാവേദി പ്രസിഡന്റ് VB രാജേഷ് എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. എന്താ നടക്കുന്നേ? സൂപ്പർ ഡീൽസ്, സൂപ്പർ സെയിൽ, 50% വരെ ഓഫറുകൾ. ജൂലൈ 9 മുതൽ 12 വരെ മാത്രം. നിങ്ങളുടെ പ്രിയപ്പെട്ട ബ്രാൻഡുകൾ ഇപ്പോൾ അതിശയകരമായ വിലക്കുറവിൽ. കുറഞ്ഞ വില, കൂടുതൽ സന്തോഷം. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ മൺസൂൺ ഓഫർ. എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. Manappuram Geeta Ravi Public School, the joy of learning. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. തിരികെ വാർത്തകളിലേക്ക്. നാട്ടിക ശ്രീനാരായണ കോളേജിൽ വായനാ വാരാഘോഷം സമാപിച്ചു. നാട്ടിക ശ്രീനാരായണ കോളേജിൽ വായന വാരാഘോഷം സമാപിച്ചു. വായനയുടെ ശക്തിയും അറിവിന്റെ മൂല്യവും പുതുതലമുറയിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ നാട്ടിക ശ്രീനാരായണ കോളേജ് സെൻട്രൽ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വായനാ വാരാഘോഷം 2026 സമാപിച്ചു.
കോളേജ് ലൈബ്രറിയിൽ നടന്ന സമാപന ചടങ്ങ് പ്രിൻസിപ്പൽ ഡോക്ടർ CT അനിത ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ വായനാശീലത്തെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റിയ PN പണിക്കരുടെ 30ാം ചരമദിനത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. മുൻ പ്രിൻസിപ്പലും ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെന്റ് കോർഡിനേറ്ററുമായ ഡോക്ടർ PS ജയ വായനാ വാരാഘോഷ സന്ദേശം നൽകി. വായനാ വാരാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വാക്കൊച്ച വ്യക്തിഗത വായനാ മത്സരത്തിന്റെയും സെൽഫി മത്സരത്തിന്റെയും വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ 2026 ജൂൺ മാസത്തെ റീഡിംഗ് സ്റ്റാറായി BA മലയാളം വിഭാഗം വിദ്യാർത്ഥിനി നിസ്നി തിരഞ്ഞെടുത്തു. IQAC കോർഡിനേറ്റർ ഡോക്ടർ KK ശങ്കരൻ, ലൈബ്രറി അഡ്വൈസറി കമ്മിറ്റി കോർഡിനേറ്റർ ഡോക്ടർ ശ്രീല കൃഷ്ണൻ, മലയാളം വിഭാഗം അധ്യാപകൻ വിഷ്ണു PA സംസാരിച്ചു. കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ എമിനൻസ് 2026 എന്ന പേരിൽ മെറിറ്റ് ഡേയും +1 പ്രവേശനോത്സവവും സംഘടിപ്പിച്ചു. കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ എമിനൻസ് 2026 എന്ന പേരിൽ മെറിറ്റ് ഡേയും +1 പ്രവേശനോത്സവവും സംഘടിപ്പിച്ചു. 2025-26 അധ്യയന വർഷത്തിൽ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും NMMS, സംസ്കൃതം, CN കിഡ് സ്കോളർഷിപ്പുകൾ നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. ദേശീയതല പഞ്ചഗുസ്തി മത്സരത്തിൽ മെഡൽ നേടിയ കൃഷ്ണാഞ്ജനയ്ക്കും സൗന്ദര്യ മത്സര വിജയിയായ കൃഷ്ണരാജനും പ്രത്യേക പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. പരിപാടി നാട്ടിക MLA ഗീതാ ഗോപി ഉദ്ഘാടനം ചെയ്തു. തുടർച്ചയായി 100% വിജയം കൈവരിച്ച വിദ്യാലയത്തിന് തൃശൂർ ജില്ലാ പഞ്ചായത്ത് തൃപ്രയാർ ഡിവിഷൻ അംഗം അമൽ T പ്രേമൻ ഏർപ്പെടുത്തിയ പ്രത്യേക പുരസ്കാരം MLAയിൽ നിന്ന് വിദ്യാലയ അധികൃതർ ഏറ്റുവാങ്ങി. SSLC +2 വിഭാഗങ്ങളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള തൃപ്രയാർ ഡിവിഷന്റെ പുരസ്കാരങ്ങളും അമൽ T പ്രേമൻ വിതരണം ചെയ്തു. +1 വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വലപ്പാട് SI നൂറുദ്ദീൻ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ അനന്യ KRന് വാലിപ്പറമ്പിൽ ശ്രീധരൻ മാസ്റ്ററുടെ സ്മരണയ്ക്കായി മകൻ ഡോക്ടർ ജ്യോതി ഏർപ്പെടുത്തിയ ഗോൾഡ് കോയിൻ മകൾ അനഘ ടീച്ചറും മോഹനൻ മാസ്റ്ററും ചേർന്ന് സമ്മാനിച്ചു. PTA പ്രസിഡന്റ് ജിത്ത് VR അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ O ബീന, ഹെഡ്മാസ്റ്റർ ദിലീപ് കുമാർ, ലോക്കൽ മാനേജർ PK പ്രസന്നൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ഷജിത്, നാട്ടിക SNDP യൂണിയൻ വൈസ് പ്രസിഡന്റ് സുദീപ് കുമാർ, കഴിമ്പ്രം നോർത്ത് ശാഖ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, വാർഡ് അംഗം ശോഭന ഷൺമുഖൻ, മാതൃസംഗമം പ്രസിഡന്റ് അശ്വതി ഷൺജിത്ത് എന്നിവർ സംസാരിച്ചു. സ്കൂളിനകത്ത് +1 പ്രവേശനോത്സവവുമായി ബന്ധപ്പെടുത്തി ആമുഖ പ്രഭാഷണത്തിൽ പ്രസന്നേട്ടൻ സൂചിപ്പിച്ച 2 കാര്യങ്ങൾ. പുതിയൊരു കാൽവെപ്പാണ്. SSLC എന്ന വലിയൊരു കടമ്പ കടന്ന് കഴിമ്പ്രം സ്കൂളിലെ പുതിയ വിദ്യാർത്ഥികളാണ്. ഒരു പക്ഷേ ഇവിടെ പഠിച്ച വിദ്യാർത്ഥികൾ SSLC വരെ പഠിച്ച കുട്ടികളും +1 ഇവിടെ നിന്ന് എൻട്രി ചെയ്യാം. ഒറ്റ കാര്യം മാത്രം ഞാൻ ബോധ്യപ്പെടുത്തുന്നത്, നിങ്ങൾ ഉന്നത വിജയത്തിലേക്ക് പോകുക, നിങ്ങളൊരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് ഇനി ഇവിടുന്ന് +2 കഴിഞ്ഞാൽ ഈ സ്കൂൾ വിദ്യാലയം വിട്ടിറങ്ങുമ്പോൾ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്കാണ് ഇനി കാൽ വയ്ക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ മനസ്സിൽ കരുതുന്നതുമല്ല നടന്നു വരുന്നത്. ഒറ്റ കാര്യം, ഞാൻ എന്താണെന്നും എന്നിൽ കിടക്കുന്ന അറിവുകളും കഴിവുകളും എന്താണെന്നും സ്വയം ഒന്ന് ആത്മപരിശോധന നടത്തി എനിക്കുണ്ടാകുന്ന കഴിവുകൾ എത്രമാത്രം ഈ സ്കൂളിൽ പഠിത്തത്തിലും എല്ലാ മികവിലും നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം ആദ്യം എടുക്കുക. പ്രലോഭനങ്ങളിലൊന്നും നിങ്ങൾ ചെന്ന് ചാടരുത്. മതിലകം സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും LSS, USS, NMMS സ്കോളർഷിപ്പ് പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെയും അനുമോദിച്ചു. മതിലകം സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും LSS, USS, NMMS സ്കോളർഷിപ്പ് പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെയും അനുമോദിച്ചു. KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CM ജുഗ്നു അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു, മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ, സ്കൂൾ മാനേജർ ഫാദർ ജോൺസൺ റോച്ച, പ്രിൻസിപ്പാൾ ഡൊമിനിക് സാവിയോ, പ്രധാനാധ്യാപകൻ ജോജി ജോസഫ്, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MA ബിനേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PH നിയാസ്, വാർഡ് മെമ്പർ ബീന റഹീം, MPTA പ്രസിഡന്റ് റഹിയാന തൻസാരി, മാനേജ്മെന്റ് സെക്രട്ടറി മാർട്ടിൻ പെരേര, സ്റ്റാഫ് സെക്രട്ടറി VM റിയാസ്, സീനിയർ അധ്യാപിക ബോണി പോൾ തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടെ
HM സൂചിപ്പിക്കുകയുണ്ടായി. ലാർജ് നമ്പർ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുകയും അതിൽ തന്നെ ഒരു വിദ്യാർത്ഥി ഒഴികെ ബാക്കി എല്ലാവരും ആദ്യഘട്ടത്തിൽ തന്നെ വിജയം കൈവരിക്കുകയും ചെയ്ത തൃശ്ശൂർ ജില്ലയിലെ തന്നെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്കൂളാണ് സെന്റ് ജോസഫ് ഹൈസ്കൂൾ എന്ന് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ആ ഒരു വിദ്യാർത്ഥിയെ പിന്നീട് പരീക്ഷയിൽ വിജയിക്കുന്ന സാഹചര്യവും ഉണ്ടായി എന്ന് പരാമർശിച്ചു. തീർച്ചയായിട്ടും മുഴുവൻ വിദ്യാർത്ഥികളും വിജയിക്കുന്ന രീതിയിലേക്ക് ഒരു സ്കൂളിൽ വരാൻ വേണ്ടി കഴിയാതെ പറയുന്നത് കുട്ടികളുടെ കഠിന പരിശ്രമത്തെ പോലെ തന്നെ വളരെ പ്രധാനമാണ്. അധ്യാപകരുടെയും അതുപോലെ തന്നെ വിദ്യാലയത്തിൻ്റെയും. ആൾ ഇന്ത്യ എംപ്ലോയീസ് അസോസിയേഷൻ വാടാനപ്പള്ളി ആക്ട്സിന് മെഡിക്കൽ ഉപകരണങ്ങൾ കൈമാറി. ആൾ ഇന്ത്യ എംപ്ലോയീസ് അസോസിയേഷന്റെ 75ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അസോസിയേഷൻ വനിതാ വിംഗ് അംഗങ്ങൾ വാടാനപ്പള്ളി ആക്ട്സ് ബ്രാഞ്ചിന് മെഡിക്കൽ ഉപകരണങ്ങൾ കൈമാറി. ഇലക്ട്രിക് ഓക്സിജൻ കോൺസെൻട്രേറ്ററും അപകടത്തിൽപ്പെട്ടവരെ സുരക്ഷിതമായി മാറ്റാനുപയോഗിക്കുന്ന സ്കൂപ്പ് സ്ട്രെച്ചറും ചീഫ് മാനേജർ സിന്ധു വാടാനപ്പള്ളി ബ്രാഞ്ച് പ്രസിഡന്റ് അബ്ദുൽ ജബ്ബാർ അറക്കലിന് കൈമാറി. യൂണിയൻ സെക്രട്ടറി VD ഡിംസൺ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കൺവീനർ ഷാലിൻസ് ഡൊമിനിക്, അസോസിയേഷൻ ഭാരവാഹികളായ PJ തോമസ്, ജിജോ കരമുക്, ലില്ലി ആന്റണി, തോമസ് കണ്ടശങ്കടവ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to Calicut University, approved by Government of Kerala, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120 048724022020. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പബ്ലിക് ലൈബ്രറി വാർഷിക പൊതുയോഗവും വായന പക്ഷാചരണ സമാപനവും സംഘടിപ്പിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പബ്ലിക് ലൈബ്രറി വാർഷിക പൊതുയോഗവും വായനാ പക്ഷാചരണ സമാപനവും സംഘടിപ്പിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സന്ധ്യ സുനിൽ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് KV മോഹൻദാസ്, IV ദാസ് അനുസ്മരണം നടത്തി.
ലൈബ്രറിയൻ TV അനീഷ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗോപിനാഥൻ തെക്കൂട്ട്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA കരീം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സന്തോഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ മുരളി, പഞ്ചായത്ത് സെക്രട്ടറി KB മുഹമ്മദ് റഫീഖ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് UK സുരേഷ് കുമാർ, ലൈബ്രറി കമ്മിറ്റി അംഗങ്ങളായ PS സെൽവപ്രകാശ്, ഷീല ദേവസി, P രാധാകൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ഈ 2 ദിവസങ്ങളും നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ അക്ഷരങ്ങളെ സ്നേഹിച്ച, അക്ഷരങ്ങളുടെ മാസ്മരികത ബോധ്യപ്പെട്ട 2 ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുതൽക്കൂട്ടായി മാറിയ ഗ്രന്ഥശാല സംഘത്തിന് ദിശാബോധം നൽകിയ ഊർജ്ജം പകർന്ന 2 മഹൽ വ്യക്തിത്വങ്ങളുടെ സ്മരണയും മുൻനിർത്തിക്കൊണ്ടാണ് ഈ 2 ദിവസം തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം. PN പണിക്കരുടെ ചരമദിനത്തിൽ തുടങ്ങി ഇന്ന് IV ദാസിൻ്റെ ജന്മദിനമായ ജൂലൈ 7-ാണ് പക്ഷാചരണ സമാപനം നടക്കുന്നത്. മൾട്ടി വെൽത്ത് ക്യാപിറ്റലിന്റെ 5ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അന്തിക്കാട് ഭക്ഷ്യ കിറ്റ് വിതരണം നടത്തി. അന്തിക്കാട് മൾട്ടി വെൽത്ത് ക്യാപിറ്റലിന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് അന്തിക്കാട് ഓട്ടോ ടാക്സി തൊഴിലാളി യൂണിയൻ അംഗങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തി. മൾട്ടി വെൽത്ത് ക്യാപിറ്റലിന്റെ അന്തിക്കാട് ഹെഡ് ഓഫീസ് ഹാളിൽ നടന്ന ചടങ്ങ് അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. കമ്പനിയുടെ ഡയറക്ടർ അനു PS അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ AV ശ്രീവത്സൻ, മൾട്ടി വെൽത്ത് ക്യാപിറ്റൽ ഡയറക്ടർമാരായ രാഹുൽ S മേനോൻ, ഹിമൽ AJ എന്നിവർ സംസാരിച്ചു. ഒരു ധന ക്രയവിക്രയ സ്ഥാപനത്തിനപ്പുറം നാട്ടിലെ മറ്റു പ്രശ്നങ്ങളോടുകൂടി സംവേദിക്കുമ്പോഴാണ് ഒരു സ്ഥാപനം നാടിന് പ്രിയപ്പെട്ടതാകുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സംരംഭങ്ങൾ ഈ സ്ഥാപനം നടത്തുന്നു എന്നത് അഭിനന്ദനാർഹമാണ്. ഈ അവസരത്തിൽ അവരുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരെ ഞാൻ അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന്, നമ്മളുടെ അന്തിക്കാടിൻ്റെ വികസനത്തിന് ഇപ്പോൾ 60 സെൻറ്റ് സ്ഥലം എടുത്തിട്ട് അതിൻ്റെ ഭാഗമായിട്ട് വേണ്ട കോർപ്പറേറ്റ് ഓഫീസൊക്കെ വരുമ്പോൾ കുറേ കൂടി ചലനവും അതിനോടനുബന്ധിച്ച് അന്തിക്കാട് പഞ്ചായത്തിന് ഒരു നികുതിയും കൂടുതലായിട്ട് ലഭിക്കും എന്നുള്ളത് സന്തോഷകരമാണ്. മുപ്പത്തിരണ്ട് വർഷമായി ശയ്യാവലംബയായ ജ്യോതിലക്ഷ്മിക്ക് സുമനസ്സുകളുടെ സഹായം തേടി കുടുംബം. കഴിഞ്ഞ 32 വർഷമായി ശയ്യാവലംബയായി കഴിയുന്ന ജ്യോതിലക്ഷ്മിയും കുടുംബവും ഇന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ്. ഭർത്താവിന്റെ സഹോദരിക്ക് വേണ്ടി തളിക്കുളം സർവീസ് സഹകരണ ബാങ്കിൽ ജ്യോതിലക്ഷ്മിയുടെ വീടും സ്ഥലവും പണയപ്പെടുത്തിയെടുത്ത 6 ലക്ഷം രൂപയുടെ വായ്പ പലിശ ഉൾപ്പെടെ ഇപ്പോൾ ഏകദേശം 13 ലക്ഷം രൂപയായി ഉയർന്നിരിക്കുകയാണ്. വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിനാൽ ഏതു നിമിഷവും വീടും സ്ഥലവും ജപ്തി ചെയ്യപ്പെടുമെന്ന ആശങ്കയിലാണ് ജ്യോതിലക്ഷ്മിയും കുടുംബവും. ശയ്യാവലംബയായ അമ്മയെയും മകളെയും സംരക്ഷിക്കാനുള്ള ഭാരവും സാമ്പത്തിക പ്രതിസന്ധിയും കുടുംബത്തെ തളർത്തിയിരിക്കുകയാണ്. എൻ്റെ ആകെയുള്ളൊരു കിടപ്പാടം ജപ്തി നോട്ടീസ് വന്നിരിക്കുകയാണ്. സത്യത്തിൽ ഞാനല്ല അത് വെച്ചിട്ടുള്ളത്, സഹോദരിയും ഭർത്താവും കൂടി വന്നിട്ട് വെച്ചിട്ടുള്ളതാണ്. അവരത് വന്ന് വെച്ചിട്ട് അടുത്ത മാസം തന്നെ എടുത്തു തരാമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ആധാരം എഴുതി ഒപ്പിച്ചു കൊടുത്തത്. പക്ഷേ അവർ 2 മാസം അടച്ചു അത്. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോൾ ഭർത്താവിന് ക്യാൻസർ വന്നു, അവൻ മരണപ്പെട്ടു. അത് കഴിഞ്ഞ് ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ ഭാര്യ മരണപ്പെട്ടു. അപ്പോൾ അവർക്കുള്ളതൊരു ചെറിയ മകനാണ്. അപ്പോൾ അവർ മരണപ്പെട്ടപ്പോൾ ഒപ്പിട്ട് കൊടുത്ത ഞാൻ അതിനൊരു സാക്ഷിയായി തീർന്നു. എനിക്കിപ്പോൾ ഞാൻ 36 വർഷമായിട്ട് തളർന്നു കിടക്കുന്ന ഒരാളാണ്. അരക്കീപ്പെട്ട് ആദ്യ പ്രസവത്തിന് ശേഷം 36 വർഷമായിട്ട് ഞാൻ തളർന്നു കിടക്കുന്ന ഒരാളാണ്. എനിക്കുള്ളതൊരു മോളാണ്. എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു. എനിക്ക് ആരുമില്ല. എനിക്ക് ഒരു മരുന്നിനായിക്കോട്ടെ, ഒരു ചികിത്സയ്ക്കായിക്കോട്ടെ, എൻ്റെ ജീവിതങ്ങൾക്കായിക്കോട്ടെ ഞാൻ വളരെ ബുദ്ധിമുട്ടി കഴിയുന്ന ഒരാളാണ്. എനിക്കിപ്പോൾ ഈ ഇത്രയും വലിയൊരു തുക അടച്ചു തീർത്ത് എൻ്റെ ആധാരം എനിക്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ അവർ 7 ദിവസത്തെ ഒഴിവാണ് പറഞ്ഞിട്ടാണ് എനിക്ക് ജപ്തി നോട്ടീസ് വന്നിട്ടുള്ളത്. 7 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും നിവാരണം നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഈ നോട്ടീസ് വന്നിട്ടുള്ളത്. പക്ഷേ 7 ദിവസം
ആയാലും എനിക്കൊരു 70 രൂപ പോലും അതിലേക്ക് തിരിച്ചടയ്ക്കാൻ എൻ്റെ കയ്യിലില്ലാത്ത ഒരാളാണ്. ബന്ധപ്പെട്ട അധികാരികളും സുമനസ്സുകളും സഹായഹസ്തം നീട്ടുമെന്ന പ്രതീക്ഷയിലാണിവർ. ജ്യോതിലക്ഷ്മിയുടെ വീട് ജപ്തിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനും കുടുംബത്തിന് ആശ്വാസമാകുന്നതിനുമായി സാമ്പത്തിക സഹായം നൽകണമെന്ന് മണപ്പുറം വയോജന ക്ഷേമ സമിതി ചാരിറ്റബിൾ സൊസൈറ്റി തൃപ്രയാർ ചെയർമാൻ ലാൽ കച്ചില്ലം പറഞ്ഞു. ജ്യോതി 32 വർഷമായിട്ട് എഴുന്നേൽക്കാൻ കഴിയാതെ ഒരേ കിടപ്പിലാണ്. അവിടെ കിടന്നുകൊണ്ട് 3 പുസ്തകങ്ങൾ ജ്യോതി എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ജ്യോതിയുടെ അവസ്ഥ നല്ലവരായ കാരുണ്യ മനസ്സുള്ള ആളുകളിലേക്ക് ഈ വാർത്ത എത്തിക്കുക എന്നുള്ളതാണ്. ജ്യോതിയും ജ്യോതിയുടെ മകളും എപ്പോൾ വേണമെങ്കിലും തളിക്കുളം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ജപ്തി ഭീഷണിയിൽ കഴിയുകയാണ്. ആയതിനാൽ രാഷ്ട്രീയ ഭേദമന്യേ ആളുകളുടെ സഹായം ജ്യോതിക്ക് ഇപ്പോൾ ആവശ്യമാണ്. ആയതിനാൽ ഈ വാർത്ത കാണാതെ പോകരുത്. ഈ വാർത്ത കേൾക്കുന്നവർ നിങ്ങളുടേതായ സുഹൃത്തുക്കളെയും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ എത്തിച്ചുകൊണ്ട് ജ്യോതിയുടെ ഈ കിടപ്പാടം നഷ്ടപ്പെടാതിരിക്കാൻ നല്ലവരായ സുമനസ്സുകളോട് മണപ്പുറം വയോജന ക്ഷേമ സമിതി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് അപേക്ഷിക്കുകയാണ്. സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ മണപ്പുറം വയോജന ക്ഷേമ സമിതി ചാരിറ്റബിൾ സൊസൈറ്റി തൃപ്രയാറുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9539469543. കാനറ ബാങ്ക് വാടാനപ്പള്ളി ശാഖ അക്കൗണ്ട് നമ്പർ 106210102446 ബാങ്ക് അക്കൗണ്ടിലേക്കും 9847723789 ഗൂഗിൾ പേ നമ്പറിലും സഹായം നൽകാവുന്നതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർക്കിടക മാസാചരണത്തിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പ്രത്യേക യോഗം ചേർന്നു. തൃത്തല്ലൂർ ഇത്തിക്കാട് കാളീദേവി ക്ഷേത്രത്തിലെ നക്ഷത്രവനത്തിൽ വീണ്ടും കടമ്പ് മരം പൂത്തു. നാട്ടിക ശ്രീനാരായണ കോളേജിൽ വായനാ വാരാഘോഷം സമാപിച്ചു. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.